ഡി ഒന്നും പറയണ്ടടി. ഫോണും താഴെ വീണ് ബസ്സിൻ്റെ അകത്തുനിന്ന്. സ്പീക്കറിലല്ലാണ്ട് ഇപ്പോൾ ഒന്നും സംസാരിക്കാനും പറ്റുന്നില്ല. നിനക്ക് ഞാൻ പറയണ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? എന്തായാലും കേൾക്കാം. ഫോൺ ബസ് ചെയ്ത് വീണ തന്നെയാണോ അതോ? നിനക്കെന്താ ഞാൻ പറഞ്ഞാൽ വിശ്വാസമാവാത്തെ? അല്ലെങ്കിൽ തന്നെ മൊത്തത്തിൽ പണിയായിരിക്കുക. എടി ഒന്ന് ഹോൾഡ് ചെയ്യണേ, ക്യാബ് വന്നു. മാഡം OTP 3480. അപ്പോഴേ ഞാൻ പറഞ്ഞുകൊണ്ടെന്നത് അവൻ്റെ ബർത്ത്ഡേക്ക് അല്ലേ, ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഓ യെസ് ശരിയാ, ബർത്ത്ഡേ ആയില്ലേ അവൻ്റെ. ഞാൻ ആ കാര്യമൊക്കെ മറന്നുപോയി. രണ്ടുപേർക്കും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ബർത്ത്ഡേ ആണല്ലോ. ഓക്കെ, നല്ലൊരു സർപ്രൈസ് പ്ലാൻ ചെയ്തോ, സെറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ. എക്സ്ക്യൂസ് മീ, വാട്ട്? അവൻ്റെ ഒരു നോട്ടം വേണ്ടി. മാഡം ഞാനൊരു മലയാളിയാ. ഫോണിൽ മലയാളം കേട്ടപ്പോൾ നോക്കി പോയെന്നേ ഉള്ളൂ, അല്ലാതെ മാഡം ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല. ഐം സോറി. പെട്ടെന്ന് അങ്ങനെ നോക്കുന്ന കണ്ടപ്പോൾ. അത് സാരമില്ല മാഡം, കുഴപ്പമില്ല. മാഡം ഫസ്റ്റ് ടൈം ആണോ ഇവിടെ? അതെ. അല്ല, കേട്ടായിരുന്നല്ലേ. ആ, എന്നാലും എന്നെ കണ്ട അത്ര കുഴപ്പക്കാരനായിട്ട് തോന്നുന്നു. സംസാരിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല. ആ, അത് മതി. എടോ, ഫ്ലവർ ഷോപ്പ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നിർത്തണേ. പിന്നെ ഒരു കേക്കും വേണം. ഫ്ലവർ ഓക്കെയാ മാഡം, പക്ഷേ കേക്ക് ഇനി എന്തായാലും ഒരു 3-4 കിലോമീറ്റർ പേസ്ട്രി ഷോപ്സ് ഒന്നും കാണത്തില്ല. അയ്യോ, അങ്ങനൊന്നും പറയല്ലേ. ഞാനൊരു ബർത്ത്ഡേ സർപ്രൈസ് എന്ന് പറഞ്ഞ് വന്നിട്ട് കേക്ക് ഇല്ലാണ്ടെങ്കിൽ ശരിയാവോ? ഓ, മാഡം ആരെയാ കാണാനാ വന്നത്? ബോയ് ഫ്രണ്ട് ആണോ? ബർത്ത്ഡേയാ? തനിക്ക് വേറെന്തൊക്കെ അറിയണം? അങ്ങനല്ല, ഒരേ നാട്ടുകാരെ കണ്ടപ്പം എന്തെങ്കിലും വേണ്ടിയും പറഞ്ഞിരിക്കാന്ന് തോന്നി. ഓ, കുഴപ്പമില്ല, ഞാൻ എന്തെങ്കിലും സോങ്സ് പ്ലേ ചെയ്യാം. Pooja, what's the status of the project? hey guys, I'm currently working on this project. I'll let you know the update by end of the day. Thank you. Okay guys, we will see you on tomorrow. Good night. എന്നിട്ട് പുള്ളിക്കാരനോട് പറഞ്ഞിരുന്നോ? ആ ബെസ്റ്റ്. അങ്ങനെ പറയാനാണ് ഞാൻ ഈ കഷ്ടപ്പെടേണ്ട കാര്യമൊക്കെ ഉണ്ടോ? നേരെ അവനെയും വിളിച്ച് വീട്ടിൽ പോകണം, എന്നിട്ട് നേരിട്ട് തന്നെ പറയണം. ആ പറഞ്ഞത് പോയിന്റ്. അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നേരിട്ട് സംസാരിക്കുമ്പോൾ തന്നെ പകുതി പ്രശ്നങ്ങൾ സോൾവ് ആവും. തനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. ഞാനിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോട്ട് മൊത്തം പ്രശ്നങ്ങളാണ്. ടിക്കറ്റ് ബുക്ക് ചെയ്ത് മാറിപ്പോയി, ലഗേജ് എടുക്കാൻ മറന്നുപോയി. പറയണ്ട, എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടതെന്ന് എനിക്കറിയുള്ളൂ. എല്ലാം ഓക്കെ എന്ന് വെച്ചാൽ ഓരോ തവണ ക്യാബ് ബുക്ക് ചെയ്യുമ്പോഴും ഒന്നെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും, എന്നിട്ട് ക്യാൻസലാവും. എന്തോ ഭാഗ്യത്തിന് തന്നെ കിട്ടിയത്. അതല്ലല്ലോ, അങ്ങനെയാണല്ലോ, വരാനുള്ളതൊന്നും വഴി തങ്ങത്തില്ലല്ലോ. അല്ല മാഡം, ഈ ഫ്ലവേഴ്സ് കൊണ്ടുവന്ന നിർബന്ധമാണോ? അതെന്താണോ അങ്ങനെ ഒരു ടോക്ക്? അല്ല, യൂഷ്വലി ബോയ്സിന് ആരും അങ്ങനെ ഫ്ലവേഴ്സ് ഗിഫ്റ്റായിട്ട് കൊടുക്കാറില്ല, അതുകൊണ്ട് ചോദിച്ചാ. എന്താ, തനിക്ക് ഫ്ലവേഴ്സ് ഇഷ്ടമല്ലേ? അതോ തനിക്കിതുവരെ ആരും ഫ്ലവേഴ്സ് തന്നിട്ടില്ല? ഇഷ്ടമല്ലേ ചോദിച്ചാ അങ്ങനെ ഇഷ്ടക്കുറവൊന്നുമില്ല. അപ്പൊ ഇഷ്ടമുള്ള ആള് തന്നാ വാങ്ങിക്കും അല്ലേ? ഓഫ് കോഴ്സ്. അപ്പൊ കിട്ടിയാ മേടിക്കും, കിട്ടാത്തോണ്ടാണെങ്കിൽ എത്തൊക്കെ. ഞാനെവിടെയോ കേട്ടിട്ടുണ്ട്, a man is gifted with flowers the first and last time during his funeral. ഒരു പരിധി വരെ അത് സത്യമാണെന്ന് ഇപ്പം എനിക്കും തോന്നുന്നു.
തൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കി. എടോ, ഇതൊക്കെ ചെറിയ ചെറിയ ജസ്റ്റേഴ്സ് അല്ലേ, നമുക്കൊരാൾ വളരെ സ്പെഷ്യലാണെന്ന് കാണിക്കാൻ വേണ്ടി. അത് പ്രകടിപ്പിക്കേണ്ട സമയത്ത് പ്രകടിപ്പിക്കാണ്ട് പിന്നെ വല്ല കാര്യമുണ്ടോ? എന്തു പറ്റിയിടൂ? മാഡം വണ്ടിക്ക് എന്തോ ഒരു മിസ്സിങ്. ഒരു മിനിറ്റ്, ഇപ്പം നോക്കിയിട്ട് വരാം. എന്താണോ? അറിയില്ല മാഡം. മാഡം ഒരു ക്യാബ് ബുക്ക് ചെയ്യും. അല്ല വേണ്ട, ഞാനൊരു ക്യാബ് ബുക്ക് ചെയ്യാം മാഡം. അതൊന്നും വേണ്ട, തടന്നു മാറിക്കും, ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ നോക്കിയിട്ട് എന്തുവാന്ന് മനസ്സിലാവുന്നില്ല മാഡം. എന്നിട്ടാണോ? ആ ഹലോ. ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കിയേ. എന്നാലും ഇതെങ്ങനെ? പെർഫെക്റ്റ്. വണ്ടി ഇടും. മാഡത്തിന് ഇത് എങ്ങനെ അറിയാം? എന്തോ ജോലി? ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണോ. അതും ഇതുമായിട്ട് എന്തോ ബന്ധം? ഇതൊന്നും ഞാൻ പഠിച്ചത് കോളേജിലല്ല. എൻ്റെ അപ്പൻ ഒരു നാന്തരം മെക്കാനിക്, വീട്ടിലൊരു വർക്ക്ഷോപ്പും ഉണ്ട്. അത് കൊള്ളാലോ. അതൊക്കെ കണ്ടാണല്ലോ വളർന്നേ. അപ്പം മോശം വരാൻ സാധ്യതയില്ല. ഞാൻ എഴുതിയ പ്രോഗ്രാം എന്നെ ചതിച്ചാലോ, ഞാൻ ഓട്ട വണ്ടി ഒന്നും എന്നെ ചതിക്കാറില്ല. അപ്പം ശരി, ആ ബോണട്ട് ഒന്ന് അടച്ചത് നമുക്ക് പോവാം. അടിപൊളി, വണ്ടി തെച്ചില്ല. ഇതും വെച്ച് ഇനി എങ്ങനെയാ പോവാ? ഒരു കാര്യം ചെയ്യും, എനിക്കറിയാവുന്ന ഒരു ബൊട്ടിക് ഷോപ്പ് ഉണ്ട് ഇവിടെ. അത് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കും. വാ കറിക്കും. ഭാഗ്യം ഓപ്പണാണ്. മാഡം ഒരു 10 മിനിറ്റ്, ഞാൻ ഒരു സ്ഥലം വരെ പോയി വരാം. എടോ, ഇപ്പോഴേ ഓൾറെഡി ലേറ്റ് ആണ്. ഇല്ല, അടുത്താണ്. മാഡം പോയി റെഡി ആയി വരുമ്പോഴേക്കും ഞാൻ ഇപ്പം എത്തും. ശരി. ആഹാ, തൻ്റെ ഗെറ്റ് സ്ട്രീക്ക് ഇതോടെ തീർന്നു. ഓക്കെ, താങ്ക് യു. ആ പിന്നെ കേക്കും ക്യാൻഡലും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. താനിത് എവിടെ തപ്പിച്ചു? ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചാലും നടക്കും. വേണം, നമുക്ക് പോകണ്ടേ? മാഡം, മാപ്പ് അനുസരിച്ച് ഇതാ ലൊക്കേഷൻ. പേയ്മെന്റ് ചെയ്തിട്ടുണ്ടോ? ആ ഓക്കെ. അപ്പൊ ശരി. എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് നമ്മുടെ വന്നു, വിചാരിച്ച പോലെ നടന്നില്ല. ആകെ പറയാനുള്ളത് എല്ലാവരും തന്നെ ഒന്ന് കണ്ടുകൂട്ടിയത്. അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ എന്താവും ഇനി ഒരു പിടി പോലും ഇല്ല. ആയിക്കോട്ടെ എന്നാ. അപ്പൊ ശരി. അപ്പൊ ഞാനൊരു 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടേക്കാം. ഓക്കെ അപ്പൊ ബൈ. മാഡം, ഒരു കാര്യം,
പറയടോ. മാഡം പറഞ്ഞൊക്കെ ശരിയാ, പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ഫ്ലിപ്പ് സൈഡ് ഇല്ലേ? അതിനെക്കുറിച്ച് എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? ഇത്രയും വരെ എത്തിച്ചിട്ട് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ, അല്ല അങ്ങനെ ആവണമെന്നല്ല, പക്ഷേ അങ്ങനെ ആയാലോ? എടോ, എനിക്കവരൊരു 3-4 വർഷമായിട്ട് അറിയാം. വേറെ റിലേഷൻഷിപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് എനിക്ക്. പക്ഷെ ഇങ്ങനെ ഒരു ഫീലിംഗ് ആദ്യമായിട്ടാ. അപ്പോൾ നേരിട്ട് വരണം പറയണമെന്ന് തോന്നി. ദാറ്റ്സ് വൈ ഐ ആം ഹിയർ. വേറെ ഒന്നും ആലോചിച്ചില്ല. അപ്പോൾ ഡു യു ലവ് സംവൺ? ഞാനൊരു സത്യം പറയട്ടെ. ഞാനൊരു ക്യാബ് ഡ്രൈവറല്ല. ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. കുറച്ച് നാൾ മുന്നേ അവനൊരു ആക്സിഡൻ്റ് ആയപ്പോൾ എന്നോട് ചോദിച്ചു വണ്ടി എടുക്കുന്നത്. അങ്ങനെ വണ്ടി ഓടിക്കാൻ തുടങ്ങി. അന്നാണ് ഞാൻ ആദ്യമായിട്ട് അവളെ കാണുന്നത്. ഒരു കറുത്ത സാരിയും കുഞ്ഞു പൊട്ടും വലിയ കമ്മലൊക്കെ ആയിട്ട്. സത്യം പറഞ്ഞാൽ പേര് പോലും എനിക്കറിയില്ല. പിന്നെ ഓരോ ട്രിപ്പും അവളെ കാണുമെന്ന പ്രതീക്ഷയിലായിട്ട് ഇങ്ങനെ പോവാ. ധാരാളം കൊള്ളാലോ. എന്തായാലും അടുത്ത 10 മിനിറ്റുള്ളിൽ എൻ്റെ കാര്യത്തിലൊരു തീരുമാനമുണ്ടോ? അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ പറഞ്ഞില്ല എന്നുള്ള റിഗ്രറ്റ് ഇല്ലാതെ കിടന്നുറങ്ങാലോ. എങ്ങനെ സക്സസ് ആയ നമുക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ ഒരു ദിവസം കൂടെ. ലൈഫ് ഒന്നല്ലേ ഉള്ളൂ. അപ്പോൾ ശരി, കാണാം. ഓക്കെ. ഇവിടുത്തെ എവിടെയാണ്? ഹലോ എടി, അവളെവിടെയത്? ഫോൺ എടുക്കുന്നില്ലല്ലോ. എടാ, അവളുടെ ഫോൺ എന്തോ കംപ്ലൈന്റ് ആയെന്ന് പറഞ്ഞായിരുന്നേ. ഈ സമയത്ത് ആരാണോ? നീ ടെൻഷൻ ആവണ്ട, തിരിച്ചു വിളിക്കും. നീ ഒന്ന് ഹോൾഡ് ചെയ്യേ. ഇവിടെ ആരുമില്ലല്ലോ. സർപ്രൈസ്! ഹാപ്പി ബർത്ത്ഡേ. ഐ ലവ് യു. ഏയ്, എങ്ങനെയുണ്ട്? സെറ്റല്ലേ? പറ, എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ ബർത്ത്ഡേ സർപ്രൈസ്? നീ എന്നൊന്നും മിണ്ടാത്തേ? എന്തെങ്കിലും ഒന്ന് പറയടാ. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതിന് മറുപടി ഒന്നും കിട്ടിയില്ല. വീഴുമ്പോൾ കോമഡി അടിക്കാതെ. എടി, കോമഡി അല്ല. നിന്നെ ഇത് കാണുന്നത് വരെ എനിക്കങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. പക്ഷേ ആ ഒരു മൊമെൻറ്റിൽ ഐ ഫെൽ ഇൻ ലവ് വിത്ത് യു. അതിന് എന്നും അങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് നീ ദേഷ്യപ്പെടാത്ത കാര്യം പറ. വിൽ യു ബി മൈൻ? ഒരു ദിവസം മൊത്തം പ്ലാൻ ചെയ്ത് നിനക്ക് സർപ്രൈസ് തരാൻ ബസ്സും കയറി വന്നതാ ഞാൻ. എന്നിട്ട് ഇവിടെ എത്തിയപ്പോൾ സർപ്രൈസ് ആയത് ഞാനല്ലേ? എന്നിട്ടിപ്പോൾ പറയാ ദേഷ്യപ്പെടരുത്. ശരി, ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല, പോരെ? പാതി രാത്രിയിൽ വണ്ടിയും കയറി അറിയാത്തൊരു സിറ്റിയിൽ നിന്റെ അഡ്രസ്സും തപ്പിപ്പിടിച്ച് നിന്റെ ഫ്ലാറ്റിൽ നിന്റെ ടീഷർട്ട് ഇട്ട് നിന്റെ കൂടെ നിൽക്കുമ്പോൾ ഇനി നിനക്ക് ഞാൻ പറഞ്ഞായിരുന്നോ എനിക്ക് എന്നെ ഇഷ്ടമാണെന്ന്? എന്തോ? ഇങ്ങോട്ട് നോക്കി. ശരിക്കും?
പറയാനായിട്ടുള്ള കാര്യം പറഞ്ഞ് പോവാൻ വന്നതാ ഞാൻ. ഞാൻ പറഞ്ഞില്ല ഡ്രൈവറിൻ്റെ കാര്യം. പുള്ളിയോട് ഒരു സെൽഫി എടുക്കേണ്ടതായിരുന്നു. മറന്നുപോയി. എന്താ നോക്കണേ? പെണ്ണ ഇതാണ് ആ കൊച്ച്, ആ ബൊട്ടീക്കിലുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ, ഓഹോ താര. ഹാഫ് മല്ലു ഹാഫ് കന്നഡിക. ഈ കുട്ടിയെ ഇന്ന് സാരി കൊടുക്കാൻ സഹായിച്ചു. ശരി. അതുകൊണ്ടല്ലേ ഞാൻ വന്നപ്പോൾ സാർ ഇങ്ങനെ നോക്കിയിരുന്നു. അതെ അതെ അതെ, ഗ്രഡ്ജിലെ പ്രേതത്തെ പോലെ ഉണ്ടായിരുന്നു കാണാനായിട്ട്.